ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന കുറഞ്ഞ ടൈം കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമൊക്കെ ഉപയോഗിക്കുന്ന ഏലാഞ്ചിയുടെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തതും കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഇത് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ മൈദയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പം അത് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ദോശമാവിൻ്റെയൊക്കെ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസായും ഒരുപാട് കട്ടിയായി പോകരുത്. ഇനി അതിലേക്കുള്ള ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടത് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നല്ല കനം കുറഞ്ഞ രീതിയിലാണ് ഈ ദോശ ചുട്ടെടുക്കേണ്ടത്. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. മൈദയും മുട്ടയും വെച്ചിട്ട് റെഡിയാക്കുന്ന ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ ചേഞ്ചായി വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ ഭാഗോടി ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഇതിലേക്കുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് വീണ്ടും മാവ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി റെഡിയാക്കി എടുത്തിട്ടുള്ള ദോശയിലേക്ക് ഒരു സൈഡിലായിട്ട് 2 ടീസ്പൂണോളം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഇത് റോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല പോലെ ഒട്ടി കിട്ടും. ഓരോ ദോശയും റെഡിയാക്കി ഉടനെ തന്നെ ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ടൈം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.